ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി, വളരെ ക്ഷമയോടുകൂടി, അതിലേറെ സ്മാർട്ട് വർക്കോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ്. വ്യക്തമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ഇനി അങ്ങോട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ കൂടെ ഉണ്ടാകും. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പലരും റാങ്ക് പ്രഡിക്ഷനും എത്ര റാങ്ക് കിട്ടും, കീമുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ഇൻസ്റ്റാഗ്രാം ഇത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അക്കൗണ്ടാണ്, ഒഫീഷ്യൽ ഇൻസ്റ്റ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാം, ചോദിക്കാം. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും അഡ്മിഷന് സഹായകരമാകുന്ന വാർത്തകളും അതിൽ ഇൻസ്റ്റ വഴി അപ്ഡേറ്റും ചെയ്യുന്നതാണ്. കാര്യത്തിലേക്ക് കടക്കാം. എന്തായാലും റാങ്ക് ലിസ്റ്റ് ഉടനെ വരാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക, ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകും, നിങ്ങൾക്ക് പെർസെൻറ്റേജ് സ്കോർ ഒരുപാട് ഉണ്ടാകും, അതുപോലെ തന്നെ നിങ്ങൾക്ക് +2 മാർക്ക്, PCM മാർക്ക് നന്നായിട്ടുണ്ടാകും. എങ്കിൽ പോലും ഇത് അറിയാതെ, ഇത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കോളേജുകൾ ഫസ്റ്റ് ഇതിൽ തന്നെ കിട്ടാൻ പ്രയാസമായിരിക്കാം. മാർക്ക് കുറഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് കിട്ടിയാൻ സാധ്യത കൂടുതലുമായിരിക്കാം. ഒന്നാമത്തേത്, ടോപ്പ് 25 കോളേജുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നതാണ്. അതായത് കേരളത്തിലെ ടോപ്പ് 25 കോളേജുകളുടെ ലിസ്റ്റ് അല്ല, മറിച്ച് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റ്. ഈ 25ൽ നിങ്ങളുടെ ആദ്യത്തെ ഒരു 5-6 പ്രയോറിറ്റി നിങ്ങൾക്ക് സാധ്യതയുള്ള ഗവൺമെൻറ് കോളേജുകൾ തന്നെ ആയിരിക്കണം. അതിനുശേഷം ഗവൺമെൻറ് എയ്ഡഡ്, ഏറ്റവും താഴെ സെൽഫ് ഫിനാൻസിങ്, പ്രൈവറ്റ്, അങ്ങനെ പോകാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 25 ഓപ്ഷൻസ് എങ്കിലും തയ്യാറാക്കി വയ്ക്കുക. കാരണം ഇത് വന്നതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്ഷൻ ഇല്ലാതെ ഇരിക്കരുത്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് റാങ്ക് അനാലിസിസ് ആണ്. തീർച്ചയായിട്ടും ഓരോ കോളേജുകളുടെയും സൈറ്റുകളിൽ പോയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക്, കഴിഞ്ഞ വർഷം അവിടെ അഡ്മിഷൻ കിട്ടിയതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കിട്ടും. അതിൽ തന്നെ വ്യക്തമായിട്ട് അതിലുണ്ടാകും ഏത് കാറ്റഗറിയാണ്. ജനറൽ ആണെങ്കിൽ അങ്ങനെ, ഈഴവ, അതുപോലെ തന്നെ SC ST OBC. അപ്പോൾ ഇത്തരത്തിൽ ഓരോ വിഷയത്തിനും നിങ്ങൾ എടുക്കാൻ, ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസാണ് എടുക്കുന്നതെങ്കിൽ CET പരിഗണിച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോ ഫേസിലും ഏത് കാറ്റഗറിയിൽ അവസാനം അഡ്മിഷൻ കിട്ടിയ റാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് തയ്യാറാക്കി വയ്ക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടോപ്പ് 25 കോളേജുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കോളേജുകളിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൻ്റെ റിവ്യൂസ് പോയി നോക്കുക. അത് ഓൺലൈൻ റിവ്യൂസ് പോയി നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവിടെ പഠിച്ച സീനിയേഴ്സിനെ നോക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കാര്യം, നിങ്ങൾ എത്രയൊക്കെ പഠിക്കുകയാണെങ്കിൽ 4 വർഷത്തെ ഫീസ് നിങ്ങൾ തന്നെയാണ് അടയ്ക്കേണ്ടി വരുന്നത്, നിങ്ങളുടെ പാരൻസാണ് അടയ്ക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജുകളുടെ ഫീസ് സ്ട്രക്ചർ ഗവൺമെൻറ് കോളേജുകൾ തന്നെ കിട്ടുമെന്ന് ഉറപ്പായാൽ അത് വലിയ പ്രശ്നമാകില്ല. അല്ലെങ്കിൽ പ്രൈവറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഫീസ് സ്ട്രക്ചറും അഡീഷണൽ വരുന്ന ഫീസും ആ കോളേജുകളുടെ മാനേജ്മെൻറ്റ് ഇപ്പോഴത്തെ രീതിയും എല്ലാം തന്നെ അറിഞ്ഞു വെക്കുന്നത് വളരെയധികം ബെറ്ററാണ്. റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യസമയത്ത് എത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. Bye.